സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. ഇനിയിപ്പോൾ തോമസ് ചെറിയാൻ ഓർമ്മയാകുന്നു. ഏതായാലും ബന്ധുമിത്രാദികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും സംതൃപ്തിയുള്ള ഒരു സമയം കൂടിയാണ്. കാരണം 1968 ഈ വിമാനാപകടം സംഭവിച്ചതിന് ശേഷം സൈന്യത്തിൽ നിന്നും ആ ടെലിഗ്രാം വഴിയാണ് അന്ന് ഈ വിവരം കുടുംബാംഗങ്ങൾ അറിഞ്ഞത്. അന്ന് Good. Maju, just. സൈന്യത്തിൻ്റെ ഗാർഡ് ഓഫ് ഓണർ പൂർത്തിയായിരിക്കുകയാണ്. 1968 ഹിമാചൽ പ്രദേശിലെ റോത്തങ്ല പാസിൽ അപകടത്തിൽപ്പെട്ട് കാണാതായ മരിച്ചതായി പിന്നീട് സ്ഥിരീകരിച്ച തോമസ് ചെറിയാൻ്റെ ഭൗതിക ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 56 വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ആർമിയുടെ മൗണ്ടനറിംഗ് പർവ്വതാരോഹണ സംഘം ഏതാണ്ട് 16,000 അടി ഉയരത്തിൽ വെച്ച് ഈ തോമസ് ചെറിയാൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയത്. പിന്നീട് മറ്റ് 5 പേരുടെ മൃതദേഹഭാഗങ്ങളും കണ്ടെത്തുകയായിരുന്നു. തോമസ് ചെറിയാൻ അടക്കം 3 പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തത്. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായിട്ടുള്ള തോമസ് ചെറിയാൻ 22-ാം വയസ്സിലാണ് അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത്. അന്ന് അദ്ദേഹം ഉൾപ്പെടെ 102 പേർ സഞ്ചരിച്ച ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള വിമാനം ഡബിൾ എൻജിൻ ടർബോ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു. എൻജിൻ ഫെയിലിയറിനെ തുടർന്ന് ഹിമാലയ ഭാഗങ്ങളിൽ എവിടെയോ തകർന്നു വീണു എന്ന വിവരം മാത്രമാണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ പുതപ്പിച്ച ദേശീയ പതാക ഇപ്പോൾ സഹോദരന് കൈമാറിയിരിക്കുകയാണ് സൈനികർ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 56 വർഷങ്ങൾക്ക് ശേഷമാണ് തോമസ് ചെറിയാൻ സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തുന്നത്. കനത്ത മഞ്ഞുവീഴ്ചയുള്ള സ്ഥലമായതിനാൽ 56 വർഷവും ആ മൃതദേഹ ഭാഗം പൂർണ്ണമായി നശിക്കാതെ കിടന്നു. അതുകൊണ്ട് തന്നെയാണ് പർവ്വതാരോഹണ സംഘത്തിന് എളുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിച്ചതും ഈ അപകടത്തിൽപ്പെട്ട മരിച്ച വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തത്. അങ്ങനെ 56 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരിച്ചെത്തുകയും അവിടെ വെച്ച് നാട് വിട നൽകി അദ്ദേഹത്തെ ഔദ്യോഗികമായി യാത്രയയക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആദരം. ഒപ്പം തന്നെ പൂർണ്ണ സൈനിക ബഹുമതിയോടുകൂടിയാണ് ആദരത്തോടു കൂടിയാണ് തോമസ് ചെറിയാൻ്റെ മൃതദേഹം സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നത്. പത്തനംതിട്ട ഇലന്തൂർ ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രവീൺ, രാവിലെ മുതൽ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ പ്രവീൺ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ് 56 വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യന്റെ മൃതദേഹം, 56 വർഷം മഞ്ഞിൽ കിടന്ന ഒരു മൃതദേഹം സ്വന്തം നാട്ടിലേക്ക് എത്തുകയാണ്. തോമസ് ചെറിയാൻ്റെ അച്ഛനും അമ്മയും പല സഹോദരങ്ങളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തെ അറിയുന്ന പല ആളുകളുമില്ല. പക്ഷേ ഇതിൽ ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തെ നേരിട്ട് കാണാത്തവരോ കേട്ടറിവില്ലാത്തവരോ പോലും ആയിരിക്കാം. പക്ഷെ അവരെല്ലാവരും എത്തി വിട നൽകുകയാണ്. 56 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കല്ലറയ്ക്ക് അരികിൽ തോമസ് ചെറിയാനും അന്ത്യവിശ്രമം കൊള്ളാൻ ഒരുങ്ങുകയാണ്. ബിനിൽ, ഇപ്പോൾ അന്തിമ സംസ്കാര ശുശ്രൂഷ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബിനിൽ പറഞ്ഞതുപോലെ തന്നെ തോമസ് ചെറിയാൻ്റെ മാതാപിതാക്കൾ OM തോമസ്, ഏലിയമ്മ ദമ്പതികൾ, അവരുടെ വലിയ പ്രതീക്ഷയായിരുന്നു തോമസ് ചെറിയാൻ. 22-ാമത്തെ വയസ്സിൽ കാണാതാകുമ്പോൾ ആ മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്ക് വലിയ വേദന തന്നെയായിരുന്നു. ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞത് തോമസ് ചെറിയാൻ്റെ മാതാവ് ഏലിയമ്മ ഏറെ നാൾ ഈ വിവരം അറിഞ്ഞ് കിടപ്പിലായി പോയി എന്നുള്ളതായിരുന്നു. ഇടയ്ക്കിടെ ആ മാതാവ് തിരക്കുമായിരുന്നു മകൻ്റെ വിവരം എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളത് സംബന്ധിച്ച്. ഇപ്പോൾ നാം രാവിലെ ദൃശ്യത്തിൽ കണ്ട ആ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ചാണ് അന്നത്തെ കാലത്ത് OM തോമസിന് ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്നും ഒരു ടെലിഗ്രാം സന്ദേശം വന്നത്. അത് കാണാനില്ലായിരുന്നത് തന്നെയായിരുന്നു. അത് പിന്നീട് കുടുംബാംഗങ്ങളെ അദ്ദേഹം അറിയിച്ചു. അന്ന് മുതൽ വീട്ടുകാരെല്ലാം, സഹോദരങ്ങളെല്ലാം വലിയ ദുഃഖത്തിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാജ്യത്തിന് തന്നെ അഭിമാനമായി ധീര ആ ഒരു ജവാന് അന്തിമ യാത്രയപ്പ് നൽകുകയാണ്. അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ നാം നേരത്തെ കണ്ടതുപോലെ തന്നെ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഗാർഡ് ഓഫ് ഓണർ
പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ വൈദികർ അന്തിമ സംസ്കാര ശുശ്രൂഷ നടത്തുകയാണ്. ഇതൊരു 10 മിനിറ്റ് കൂടി അന്തിമ ശുശ്രൂഷ നടക്കും. അതിനുശേഷമായിരിക്കും കല്ലറയിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കല്ലറയിലേക്ക് തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം ഇറക്കി വെക്കുക. അതോടുകൂടി അദ്ദേഹം ഓർമ്മയാകുന്നു. പക്ഷേ അദ്ദേഹം ഓർമ്മയായി എന്ന് നമ്മൾ സാങ്കേതികമായി പറയുമ്പോൾ പോലും രാജ്യത്തിൻ്റെ സുപ്രധാന ഏടുകളിൽ കുറിക്കപ്പെട്ട ഒരു നാമം തന്നെയായിരിക്കും തോമസ് ചെറിയാൻ. കാരണം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തെരച്ചിൽ ബിനിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരട്ട എഞ്ചിൻ വിമാനമായിരുന്നു. ആ വിമാനം മഞ്ഞുമലകളിൽ എവിടെയോ കാണാതായി പോയി എന്നൊരു വിവരം മാത്രമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അതിലുണ്ടായിരുന്ന എല്ലാ ആളുകളും അവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് ഇന്ത്യൻ സൈന്യത്തിന് ഒരു ധാരണയും അക്കാലത്ത് ഇല്ലായിരുന്നു. പിന്നീട് എപ്പോഴും ആ ഒരു തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞു. അതിൽ ഒരാളാണ് തോമസ് ചെറിയാൻ. ഏതായാലും രാജ്യത്തിൻ്റെ സുവർണ്ണ ലിപികളിൽ തന്നെ ഇത് എഴുതപ്പെടും. കാരണം നാം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഏതൊരു ആളുടെയും മനസ്സിൽ ആ ഒരു ദേശീയ ബോധം ഉണർത്തുന്ന ആ ഒരു രംഗങ്ങൾ തന്നെയാണ്. 1968 മരണമടഞ്ഞ ഒരു സൈനികൻ്റെ മൃതദേഹം നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം പുതുതലമുറയോടൊപ്പം നാനാ പ്രായത്തിലുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് സംസ്കാരം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു സാന്നിധ്യം അതും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇവിടെ പ്രസംഗിച്ച വൈദികരെല്ലാവരും പറഞ്ഞത് ഇന്ത്യൻ സൈന്യത്തെ അവർ നന്ദിയോടെ സ്മരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ മുതൽ തന്നെ സൈന്യത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും തന്നെ കാര്യങ്ങളും തുടർച്ചയായ തെരച്ചിലായിരുന്നു. 56 വർഷത്തിനിടയിൽ പലതവണ ഇന്ത്യൻ സൈന്യം ഇതിന്റെ ഭാഗമായി തിരച്ചിൽ നടത്തി. നാവികസേന, കരസേന ഉൾപ്പെടെ പല വിഭാഗങ്ങൾ ഇതിന്റെ ഭാഗമായി തിരച്ചിൽ നടത്തി. പല കാലഘട്ടങ്ങളിൽ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ലോകത്ത് തന്നെ അപൂർവമായ ഒരു റെസ്ക്യൂ മിഷന്റെ, ഒരു സെർച്ച് ഓപ്പറേഷന്റെ ഭാഗമായി ആ വിമാനം കണ്ടുപിടിക്കുകയായിരുന്നു. എയർഫോഴ്സിന്റെ AN-12 വിമാനത്തിലുള്ള തോമസ് ചെറിയാൻ അടക്കമുള്ള മൃതദേഹങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വലിയ സമസ്യയ്ക്ക് അവസാനമിടുകയും ചെയ്യുകയായിരുന്നു ഇന്ത്യൻ ആർമി ചെയ്യുകയും ചെയ്തത്. ആർമിയുടെ ഡോങ്ക്ര സ്കൗട്ട്സ് ആണ് ഈ ഭാഗത്ത് വെച്ച്, അതായത് ധാക്ക ഗ്ലേസർ ഭാഗത്ത് വെച്ചാണ്, അത് 16,000 അടി ഉയരത്തിലുള്ള ഭാഗത്ത് വെച്ചാണ്, ഈ റോത്തങ്ല പാസിന്റെ 16,000 അടി മേലെയുള്ള ഭാഗത്ത് വെച്ചാണ് ഈ മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്.